ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് ഉള്ള ഭവന നിർമ്മാണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു അഭിവന്ദ്യ ബാവ തിരുമേനി. പറഞ്ഞിട്ട് വന്നാലും പറയാതെ വന്നാലും ബത്തേരിയിൽ എനിക്ക് ചടങ്ങുകൾക്ക് യാതൊരു ക്ഷാമവും. ഞാൻ പറയും, ഈ പ്രാവശ്യം പരിപാടി ഒന്നുമില്ല, ഞാൻ വരുന്നു, അതുപോലെ തിരിച്ചു പോകുന്നു. തോമസ് പിതാവിന് അസാധാരണമായൊരു വൈഭവമുണ്ട്. അത് ഏത് കാര്യം പറഞ്ഞാലും എന്തിൻ്റെയെങ്കിലും പേരിലൊരു സമ്മേളനം ഇവിടെ നടത്താതെ എന്നെ പറഞ്ഞു വിടാറില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം മുതൽ ഒരു സ്പെഷ്യൽ ഫീസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കും. എണ്ണമനുസരിച്ച് അതൊരു കൃത്യതയിൽ. പ്രിയപ്പെട്ട IC ബാലകൃഷ്ണൻ ഇവിടെ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തോടുള്ള നമ്മുടെ സഭയുടെ ആദരവ് ഞാൻ അറിയിക്കുന്നു. എക്കാലവും അദ്ദേഹം എപ്പോഴും നമ്മുടെ ചേർന്ന് നിൽക്കുന്ന ജനപ്രതിനിധിയാണ്. ഇവിടെ നമ്മുടെ ഒരു വലിയ ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെ അനുഭവത്തിലാണ് നമ്മുടെ ഈ വയനാട്ടിലും വിലങ്ങാടുമൊക്കെ പ്രകൃതിക്ഷോഭമുണ്ടായി. അനേക മനുഷ്യർ വലിയ ദുഃഖത്തിലായി. അനേകരെ വീണ്ടും കാണുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടില്ല. നഷ്ടപ്പെട്ടതിൻ്റെ കണക്കുകൾ മുഴുവൻ നമുക്ക് പൂർണ്ണമായില്ല. അടിയന്തരമായി സഹായിക്കേണ്ടുന്നവർ മുഖം തിരിഞ്ഞ് നിൽക്കുന്നു. സഹായം ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിന് സാധ്യമല്ലാത്ത സാങ്കേതിക കാരണങ്ങൾ നിൽക്കുന്നു. പൊതുസമൂഹത്തോട് കേരള കത്തോലിക്കാ സഭ ഒരു വാഗ്ദാനം ചെയ്തു. ഈ ദുരിതമനുഭവിക്കുന്ന 100 കുടുംബങ്ങൾക്ക് ജാതി മതഭേദമന്യേ 100 വീടുകൾ നിർമ്മിച്ച് നൽകും എന്നത്. 10 കോടി രൂപ ഈ ഭവന നിർമ്മാണ പദ്ധതിക്ക് ചിലവ് വരുന്ന ആ ഒരു രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഇടവകകളും വ്യക്തികളും കുടുംബങ്ങളും സന്യാസ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും അഭ്യുദയകാംക്ഷികളുമെല്ലാം വളരെ കരുതലോടുകൂടി സഹായിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ പദ്ധതി മുൻപോട്ട് കൂടുതൽ ക്രമീകരിക്കുന്നതിന് സാധിക്കുക. നാം വേദനിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ അടുക്കൽ വരുന്നവരെയും നമുക്ക് സഹായം എത്തിക്കുന്നവരെയും നമ്മോട് സ്നേഹം പങ്കുവയ്ക്കുന്നവരെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. നാം മരിച്ചതിന് ശേഷം നമ്മുടെ കുഴിമാടത്തെങ്കിൽ തിരികത്തിച്ച് വയ്ക്കുന്നവരെ നമുക്ക് മരിച്ച ആളുകൾക്ക് കാണാൻ കഴിയില്ല. സ്നേഹവും പരിഗണനയും ആവശ്യമായിരിക്കുന്ന ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ ഇടപെടുന്നത് മനുഷ്യത്വത്തിൻ്റെ ആർദ്രഭാവമാണ്. നമ്മുടെ ബത്തേരി രൂപത KCBCയുടെ ആഹ്വാനത്തോട് വളരെ ക്രിയാത്മകമായി സഹകരിച്ച് അതിൻ്റെ പുതിയ ഒരു സമർപ്പണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് അതിശക്തമായ കാറ്റടിച്ച് നമ്മുടെ ഒട്ടേറെ കുടുംബങ്ങൾ, 25ഓളം കുടുംബങ്ങൾ അന്ന് ഭവനം നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലേറെ മുസ്ലിം കുടുംബങ്ങളിലെ നമ്മുടെ സഹോദരങ്ങൾക്കാണ് ആ ഒരു പ്രയാസമുണ്ടായത്. അന്ന് രൂപതാധ്യക്ഷനായിരുന്ന സിറിൽ ബസേലിയോസ് ബാവാ തിരുമേനി നേരിട്ട് ഈ പ്രദേശത്ത് ഇവിടെ ഈ ഭവനങ്ങളുടെ അവിടെ വന്ന് നിജസ്ഥിതി മനസ്സിലാക്കി. അന്നത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എനിക്കെൻ്റെ ഓർമ്മയിൽ PC അഹമ്മദ് ഹാജിയാണെന്ന് തോന്നുന്നു. പിതാവിൻ്റെ നേതൃത്വത്തിൽ പിതാവ് മുൻകൈ എടുത്ത് സമാഹരിച്ച് ഒട്ടേറെ ഭവനങ്ങൾ അവിടെ നിർമ്മിക്കുകയുണ്ടായി. ഞാൻ സൂചിപ്പിച്ചത്
ഈ രൂപതയുടെ മനുഷ്യബന്ധവും പ്രതിബദ്ധതയും എല്ലാ കാലത്തും സജീവമായി നിൽക്കുന്നു. അഭിമന്യ തോമസ് പിതാവ് എക്കണോമിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകനും പ്രാക്ടീസ് ചെയ്യുന്നയാളുമാണ്. നിയമം പഠിച്ച എല്ലാ വക്കീലന്മാരും പ്രാക്ടീസ് ചെയ്യുന്നില്ല. അഭിമന്യ പിതാവ് ബത്തേരി രൂപതയിൽ ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി രൂപതയുടേത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പിതാവ് കാണിച്ച ഒരു വലിയ മനസ്സുണ്ട്. അതത്ര എളുപ്പമാണെന്ന് നിങ്ങൾക്കാർക്കും വിചാരമില്ലല്ലോ. നന്മയാണെങ്കിലും അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിയ വിമർശനങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ തോന്നാം. പിതാവ് പറഞ്ഞു, നമ്മുടെ കൂടെ താമസിക്കുന്നവർക്ക്, നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്നവർക്ക്, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ ഭവനമില്ലാതിരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം അവർക്ക് പറമ്പില്ലാത്തതാണ്. വസ്തു നൽകി ഭവനം നിർമ്മിച്ച് 75ഓളം ഭവനങ്ങൾ ഇപ്രകാരം രൂപതയുടെ പല സ്ഥലങ്ങളിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. ഇന്നിവിടെ ഞാൻ എണ്ണി തിട്ടപ്പെടുത്തിയത് ശരിയാണെങ്കിൽ 13 കല്ലുകൾ അവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ആസ്വദിക്കാനുള്ളതാണ്. 13 ഭവനങ്ങളാണ് ഈ കല്ല് പ്രതിനിധാനം ചെയ്യുന്നത്. അത് വേഗത്തിൽ അത് പൂർത്തീകരിച്ച് അവിടെ താമസിക്കുന്നതിന് ആ കുടുംബങ്ങൾക്കിടയാകട്ടെ. മാത്രവുമല്ല, 2030 നമ്മൾ പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം സ്വന്തമായി വാസയോഗ്യമായ ഒരു ചെറു വീട് ഉണ്ട് എന്ന് പറയുന്നത് വലിയ പള്ളിയിൽ കയറി നിന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ഈ ചെറിയ മനുഷ്യരെ സഹായിക്കുന്ന സുവിശേഷത്തിൻ്റെ വഴിയാണ്. അത് ഈ രൂപതയിൽ വേഗത്തിൽ ഒരടയാളമായി എല്ലായിടത്തും സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാത്രവുമല്ല, കേരള സഭയ്ക്ക് ബത്തേരി രൂപത ഒരു വലിയ ചലഞ്ചാണ് മുൻപോട്ട് വച്ചിരിക്കുക. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്ഥലങ്ങൾ നന്മയ്ക്കായി വിനിയോഗിക്കപ്പെടണം. 5 സെൻറ്റ് സ്ഥലത്ത് ഒരു നല്ല വീട് പണിയുന്നതിന് സാധിക്കും. ഒരു വീട് എന്നതിനേക്കാൾ ഒരു തലമുറയിലേക്കുള്ള ഒരു അടിസ്ഥാന സഹായമാണ്. അപ്രകാരം സാധ്യമാകുന്ന എല്ലാവർക്കും ഈ മേഖലയിൽ ഈ സ്വന്തമായ ഒരു ഭവനം നിർമ്മിക്കുന്നതിന് സഹായിക്കുക എന്ന ക്രിസ്തീയ മൂല്യ നിർവഹണത്തിന് എല്ലാ പരിശുദ്ധാത്മ നൽവരവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ബഹുമാനപ്പെട്ട ജേക്കബ് മാവുങ്കലച്ചനാണ് കേരള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ജസ്റ്റിസ് പീസ് ഡെവലപ്മെൻറ്റ് കമ്മീഷൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഈ ഭവന നിർമ്മാണ പദ്ധതിക്ക് നേതൃത്വം നൽകുക. ഞാൻ അദ്ദേഹത്തോടും കമ്മീഷനോടും പറഞ്ഞിരിക്കുന്ന ഒരു നിർദ്ദേശം ഇതാണ്: നമ്മൾ കല്ലിടുക മാത്രമല്ല, വീട് പൂർത്തിയാക്കി ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് അവിടെയാണ് നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതി പൂർത്തീകരിക്കുക. നാം സ്വീകരിക്കുന്ന പണം, ചെലവഴിക്കുന്ന പണം, അതിൻ്റെ കാര്യക്ഷമത, ഇതെല്ലാം പൂർണ്ണമായി ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം. വനപ്പെട്ട ജേക്കബച്ചൻ്റെ നേതൃത്വത്തിൽ ധാരാളം ആലോചനാ യോഗങ്ങൾ ഇതിനോടകം നടന്നിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ഇതിൻ്റെ എല്ലാ സഹകാരികളെയും നന്ദിയോടെ ഓർക്കുന്നു. കൊല്ലം രൂപതയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട റൊമാൻസ് അച്ഛനും, നമ്മുടെ ജോർജ് വെട്ടിക്കാട്ടിലച്ഛൻ, വിജയപുരം രൂപതയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട തോമസ് തറയിലച്ഛൻ,
കോട്ടയം അതിരൂപതയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട മൈക്കിൾ വെട്ടിക്കാട്ടച്ചൻ, ഇവർ 4 പേരും ചേർന്നാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രിയപ്പെട്ട റൊമാൻസ് അച്ഛൻ്റെയും ജോർജ് അച്ഛൻ്റെയും സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ശ്രേയസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഡേവിഡ് അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നിയോഗമുണ്ടാകുമ്പോഴും സാധ്യതയുള്ളപ്പോഴും സമാഹരിക്കാൻ കഴിയുമ്പോഴും ഒരുമിച്ച് മുന്നേറാൻ കഴിയുമ്പോഴും ചെയ്യാവുന്ന ഒരുപാട് നന്മകൾ പിന്നീട് ഒരുപക്ഷെ അത് സാധ്യമല്ല. ആയതിനാൽ നമുക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ നന്മയിൽ മുന്നേറുന്നതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയും സഭയുടെ നന്ദി അറിയിക്കുകയുമാണ്. ചെറിയ കാര്യമല്ല, 1 ഏക്കർ സ്ഥലം അല്ലേ, ഒന്നല്ലേ, ഇപ്പോൾ 1 ഏക്കർ, അതോ പോസ്ത പറഞ്ഞു ഇപ്പോൾ 1 ഏക്കർ എന്ന്. അപ്പോൾ 1 ഏക്കർ സ്ഥലം ഭവന നിർമ്മാണത്തിന് വേണ്ടി അത് രൂപതയെ ഏൽപ്പിക്കുക എന്നുള്ളത്. അപ്പം എനിക്ക് സഭാധ്യക്ഷൻ എന്ന നിലയിൽ പറയാനുള്ള ഒരു കാര്യം, 3 വർഷം ഈ സ്ഥലം ലഭിച്ചതിന് ശേഷം ഒന്നും ചെയ്യാതെ ഇരുന്നാൽ അത് സഭാധ്യക്ഷൻ്റെ പേരിലേക്ക് സംവരണം ചെയ്യപ്പെടുന്നതാണ്. 3 വർഷത്തിനുള്ളിൽ അതിലെന്തെങ്കിലും കാര്യം ചെയ്യുന്നില്ലെങ്കിൽ അത് പൊതു കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി തന്നെ അവിടെ കല്ലിറക്കുമെന്നാണ്. മറ്റേത് രണ്ടാമത് പറഞ്ഞത് പേടിച്ചാണ്. നന്മയുണ്ടാകട്ടെ. സിസ്റ്റേഴ്സിൻ്റെ ഈ നല്ല മനസ്സിന് ദൈവം തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ ഇരിക്കുന്ന മറ്റ് സിസ്റ്റേഴ്സിന് ഇതുവഴി മാനസാന്തരം ഉണ്ടാകുന്നെങ്കിൽ അതുണ്ടാകട്ടെ. നന്മ ചെയ്യാൻ കുടുംബങ്ങൾക്ക് സാധിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ വലിയ നന്മ ചെയ്യാൻ സാധിക്കും. ഒരുമിച്ച് നിന്ന് നന്മ ചെയ്യാൻ സാധിക്കും. അത്ഭുതകരമായി മുന്നേറാൻ സാധിക്കും. അതിന് പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഇവിടെ വരുന്നതിനും ഈ വലിയ KCBCയുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ മാനന്തവാടി രൂപതയിൽ തോമാട്ടുചാലിൽ ഇന്ന് 1ാമത്തെ ഭവനത്തിനുള്ള അടിസ്ഥാന ശിലയിട്ടു. ഇവിടെ ശിലകളുടെ പ്രവാഹമാണ്. അതിലേറ്റം അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. നാളെ വിലങ്ങാട് താമരശ്ശേരി രൂപതയുടെ ആഭിമുഖ്യത്തിലുള്ള ഭവന നിർമ്മാണ പദ്ധതിയുണ്ട്. കോഴിക്കോട് രൂപതയുടെ ഭവന നിർമ്മാണ പദ്ധതിക്ക് അഭിമന്യ പിതാവും വൈദികരുമൊക്കെ അവിടെ വിലങ്ങാട് വന്ന് അക്കാര്യം നിർവഹിക്കുന്നു. നമ്മുടെ ഈ 4 രൂപതകളെയാണ് KCBCയുടെ ഭവന നിർമ്മാണ പദ്ധതി ഏൽപ്പിച്ചിരിക്കുക. ഒരു 4 പേരും ഈ 2 ദിവസങ്ങളിലായി ഈ വലിയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു. എല്ലാ നന്മകളും നേർന്ന് നമ്മുടെ ഈ സമൂഹത്തോടുള്ള ബന്ധം നിലനിർത്തുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. എൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് അഭിമന്യ പിതാവ് നിങ്ങളെല്ലാവരെയും പ്രതിനിധീകരിച്ച് എനിക്ക് നൽകിയ നല്ല വാക്കുകൾക്കും പ്രാർത്ഥനയ്ക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. സമ്മാനം 2-ാം തീയതി തിരുവനന്തപുരത്ത് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യും. എല്ലാ നന്മകളും. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.